ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിൽ വെച്ച് വീണ്ടും സമാധാന ചർച്ച നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന് രൂപമായി. അടുത്ത ആഴ്ചയാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് ഒരു അവസാനഘട്ട ചർച്ച എന്ന തരത്തിൽ ഖത്തർ ഇതിന് പങ്കാളിത്തം വഹിക്കുന്നത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഈജിപ്തിലായിരുന്നു ഒടുവിലായിരിക്കും ചർച്ച നടന്നത്. ആ ഈജിപ്തിലെ ചർച്ചയോടനുബന്ധിച്ച് ഇസ്രായേൽ സംസാരിക്കുന്ന ഭാഷയിലാണ് ഈജിപ്ത് സംസാരിക്കുന്നത് എന്നതിനാൽ തങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഹമാസ് പറഞ്ഞതോടുകൂടി വിഷയം സങ്കീർണമായി. അവർ പറഞ്ഞ കാര്യം ഇതാണ്: പൂർണ്ണമായിരിക്കുന്ന ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു പ്രവൃത്തി ഹമാസ് നടത്തണം, അങ്ങനെ ആ സമയത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളത്. തങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞതോടുകൂടി ആ ചർച്ച യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് യുദ്ധം രൂക്ഷമാകുന്നു, ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴും കെടുതിയും ദുരന്തവും വിഷയങ്ങളും ഉണ്ടാകുന്നതോടനുബന്ധിച്ച് IDF സംഘത്തിന് നേരെ വലിയ ആക്രമണം ഗസയുടെ ഭാഗങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള മരണം ഇസ്രായേൽ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സൈനികരുടെ എണ്ണം കുറയുകയും അതോടൊപ്പം തന്നെ ബന്ദികളുടെ മരണത്തിന് സാധ്യത കൂടുകയും ചെയ്യും എന്നതിനാൽ ഒരു രമ്യമായിരിക്കുന്ന പരിഹാരമാണ് ഉചിതം എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ ഉപദേഷ്ടാക്കൾ തന്നെ ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖത്തറിൽ വെച്ച് ഒരു യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു മധ്യസ്ഥത അടുത്ത ആഴ്ച ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.